അല്ലെങ്കിൽ സ്കൂളോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കൂൾ മാറിയിട്ടുണ്ട്. ഭൗതിക സാഹചര്യത്തിലും അക്കാദമിക വിഷയത്തിലൊക്കെ മത്സരങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് മുന്നിലാകുന്നു എന്ന് പറയാം. അത് ഇവിടുത്തെ ഇന്ന് 65 പേരാണോ? എല്ലാരും കേൾക്കുന്നുണ്ടോ? 65 പേരുണ്ടോ അവിടെ? എല്ലാരും രണ്ട് കൈയൊന്ന് കാണിച്ചേ, രണ്ട് കൈയും കാണിക്കുക. ആ കയ്യിലിരിക്കുന്നതൊക്കെ വെച്ചിട്ട് കാണിക്കും. എന്നിട്ട് ഒന്ന് ഉറക്കം കൈ അടിച്ച് അപ്പുറത്തെ ചേട്ടന്മാര് കേൾക്കട്ടെ. അങ്ങനെ ഇപ്പൊ ഈ യൂട്യൂബിൽ കളിക്കുന്ന എത്ര പേരുണ്ട്? യൂട്യൂബിൽ കളിക്കുന്നവരൊന്നും കൈവക്കിയിരിക്കും. യൂട്യൂബ് ഇവിടെ എന്തിനാ വന്നത്? പഠിക്കാൻ. അപ്പൊ പഠനത്തിന്റെ കൂടെ ചിരിയും കളിയും ഒക്കെ ആയിട്ട് നമുക്ക് യൂട്യൂബൊക്കെ കാണണ്ടേ? ഇനി യൂട്യൂബ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഒത്തിരി പേരുണ്ടല്ലേ? ഓൻ എത്ര വ്യൂസ് കിട്ടി? വ്യൂസ് എത്ര ഉണ്ട്? അപ്പൊ നിങ്ങളെല്ലാം വളരെ മനോഹരമായ ഒരു അക്ഷര ലോകത്തേക്കാണ് കടന്നു വന്നേക്കുന്നത്. അതിലൂടെ നല്ല വീഡിയോകളും നല്ല പഠനവും എല്ലാരും ഉഷാറല്ലേ? ആ ഇരിക്കുന്ന ചേട്ടന്മാരെ കേൾക്കണം. അത്ഭുതം എല്ലാരും 65 രൂപ ആദ്യം ഇനി രണ്ട് കൈയും കൂടെ കാണിച്ച, രണ്ട് കൈയും കൂടെ പെട്ടെന്ന് എല്ലാരെയും ഒന്നൊക്കെ പോയോ? അപ്പൊ എല്ലാവരെയും വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ആശംസകൾ നേർന്ന് നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, കുഞ്ഞുമക്കളെ, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും. ഇവ രണ്ടുമില്ലെങ്കിൽ നമ്മുടെ എത്ര ഉയരത്തിലെത്തിയാലും നമ്മൾ ഒട്ടും പൂർണ്ണരാവുന്നില്ല. നമുക്ക് എത്ര ധനമുണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉള്ള കുട്ടികൾ പഠന മികവിൽ വളരെ മുൻപന്തിയിലാണ്. ഞങ്ങളുടെ ഒരു കാലഘട്ടത്തെക്കാളൊക്കെ ഇപ്പോൾ കുട്ടികളെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വളരെ മിടുക്കരാണ്. I know.